നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പതിവ് പോലെ കുറെ ക്യാപ്സ്യൂളുമായി രംഗത്തേക്ക് വിട്ടത് നമ്മുടെ എ.കെ. ബാലനെയാണ്. എ.കെ. ബാലൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിലെത്തി ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നു, പാലക്കാട് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ധാരണയാണ് നടന്നത്. സന്ദീപ് വാര്യർ UDFനും BJPക്കുമിടയിൽ പാലമായി നിന്നു. എന്നിട്ട് BJPയിൽ നിന്ന് അടപടലം വോട്ട് മറിച്ചുവത്രേ. വടകരയിൽ സംഭവിച്ചതിന്റെ ബാക്കിയാണ് പാലക്കാട് ഇപ്പോൾ നടന്നത് എന്നും എ.കെ. ബാലൻ പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചപ്പോൾ അന്ന് CPM ഇറക്കിയ ക്യാപ്സ്യൂൾ മറ്റൊന്നായിരുന്നു. ഇവിടെ വടകരയിൽ BJP ഷാഫി പറമ്പിലിന് വേണ്ടി വോട്ട് ചെയ്യും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ ജയിപ്പിച്ചു കൊടുക്കാമെന്നാണ് അവർ തമ്മിലുള്ള കരാറെന്ന്. ഉളുപ്പില്ലാത്തതുകൊണ്ട് ഇതും ഇതിലപ്പുറവും പറയും. എന്തുകൊണ്ടാണ് പാലക്കാട് തോറ്റത് എന്ന് രഹസ്യമായി ഇന്നലെ പാർട്ടി ചർച്ച ചെയ്തു തുടങ്ങി. അതിൻ്റെ കാരണമൊക്കെ അവർ കണ്ടെത്തിയിട്ടുമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രചരണ തന്ത്രങ്ങൾ പോലെയാണ് CPM തന്ത്രങ്ങൾ മെനഞ്ഞത്. സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കാനുള്ള ടീമിനെയും അവർ സജ്ജരാക്കി വെച്ചിരുന്നു. ജോൺ ബ്രിട്ടാസും റിപ്പോർട്ടർ TVയിൽ നിന്നിറങ്ങിയ നികേഷ് കുമാറും പിന്നെ A.A. റഹീമും ഒക്കെ ചേർന്ന വൻ ടീം. ഇവരോരോരുത്തർക്കും സഹായത്തിനായി 15-അംഗ ടീം വേറെ. സമൂഹമാധ്യമ പ്രചരണങ്ങൾക്കായി 60-അംഗ ടീം മറ്റൊരു ഭാഗത്ത്. ഇതൊക്കെ കഴിഞ്ഞ് ഇമ്മാതിരി ടീം ലീഡർമാർ അവിടെ എത്തി കാട്ടിക്കൂട്ടിയതോ. റഹീമിന്റെ കലാപരിപാടിയൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. നികേഷ് കുമാറും തൻ്റെതായ റോളെടുത്തു അങ്ങ് പാലക്കാട്. ഒരു കാര്യം വ്യക്തമാണ്, കേരള രാഷ്ട്രീയം ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് പാകപ്പെട്ടിരിക്കുന്നു. ഈ ഫലമാണ് പാലക്കാട് നമുക്ക് കാണാൻ കഴിയുന്നത്. BJP 2ാം സ്ഥാനത്തായി 10,000 വോട്ടിൽ കുറവ് വന്നു എങ്കിലും ഒരു ത്രികോണ രാഷ്ട്രീയ പോരിനവർ സജ്ജമായിരിക്കുന്നു. മറുഭാഗത്ത് ചേലക്കരയിൽ അവർക്ക് കിട്ടിയ 9,000-ഓളം അധിക വോട്ടുകളും പറയുന്നത് അതുതന്നെ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാമെന്നാണ് പൊതുവെ CPM കണക്ക് കൂട്ടിയത്. അപ്പോഴാണ് കണ്ണൂരിലെ ADM മരണവിവാദം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ മത്സരിച്ചാൽ കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമാകുമെന്ന് CPM ഭയപ്പെട്ടു. പത്തനംതിട്ടയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയെങ്കിൽ CPM രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ P. സരിനെ അടർത്തിയെടുത്ത് മത്സരിപ്പിക്കുന്നതാണ് നല്ലതെന്ന് കരുതി. പാർട്ടിക്ക് പുറത്തുനിന്ന് ഒരാളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ 2 യുവാക്കൾ തമ്മിലുള്ള പോരായി അതിനെ ചിത്രീകരിക്കാം. അടിസ്ഥാനപരമായി പാർട്ടിക്ക് കിട്ടുന്ന വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി കേഡർ പ്രവർത്തനവും നടത്തുക. എന്നാൽ നാണക്കേടിന്റെ മഹാപർവമായിരുന്നു തുടക്കത്തിൽ സംഭവിച്ചത്. P. സരിൻ സ്ഥാനാർത്ഥിയായപ്പോൾ പത്തനംതിട്ട CPMന്റെ FB പേജിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു പോസ്റ്റ് പോലും പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസിൽ നിന്നിറങ്ങി വന്ന P. സരിനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മറ്റു ചില കണക്കുകൂട്ടലുകളായിരുന്നു CPMന്. കോൺഗ്രസിലെ വിമതരുടെ പരമാവധി പിന്തുണയുറപ്പിക്കുക, രാഹുലിനെതിരെ പ്രാദേശിക വികാരം കുത്തിയിളക്കി വിടുക. തീർത്തും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം അഥവാ ആംബിയൻസ് ഉണ്ടാക്കാനാണ് CPM ശ്രമിച്ചത്. P. സരിന്റെ വ്യക്തിപരമായ വോട്ടുകൾക്കൊപ്പം പാർട്ടി വോട്ടുകൾ കൂടി ചേർത്ത് ഏതെങ്കിലും തരത്തിൽ BJPക്ക് മുന്നിലെത്തിക്കുക. അതുമാത്രമായിരുന്നു പാലക്കാട് CPMന്റെ പ്രഥമ ലക്ഷ്യം. കോൺഗ്രസിനെ കടന്നാക്രമിക്കുക എന്ന തന്ത്രമാണ് പൊതുവെ CPM മെനഞ്ഞത്. അതുകൊണ്ട് തന്നെ വിവാദ കൊടുങ്കാറ്റുകൾ ഉയർത്തിവിട്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുക എന്ന തന്ത്രം അവർ അണിയറയിൽ മെനഞ്ഞു. എന്നാൽ ഈ തന്ത്രം അമ്പെ പാളുന്നതാണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. CPM ഉയർത്തിവിട്ട ഓരോ വിവാദങ്ങളും സെൽഫ് ഗോളുകളായി അവർക്ക് മേൽ പതിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി കയറി വന്ന രാഹുലിനെതിരെ പ്രാദേശിക വികാരം ഇളക്കുകയായിരുന്നു ആദ്യം CPMന്റെ ലക്ഷ്യം. എന്തിനാണ് ഒരു വരുത്തനായ സ്ഥാനാർത്ഥി എന്ന പ്രചരണം അവർ സമൂഹ മാധ്യമങ്ങളിൽ തൊടുത്തുവിട്ടു. ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുലിനെതിരെ ആക്രമണം തുടങ്ങിയപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങി. ആദ്യ സെൽഫ് ഗോൾ അതുതന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയല്ല, തന്റെ സഹോദരനാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ കളം നിറഞ്ഞു. രാഹുലിനെതിരെ ഉയർത്തിയ വിവാദം തന്നെയായിരുന്നു രാഹുലിന് ഏറ്റവും അനുഗ്രഹമായതും. തുടർന്ന് വാർത്തകളിൽ ഇടം പിടിച്ച് രാഹുൽ ഒരു താരമായി പാലക്കാട് അവതരിപ്പിച്ചു. മണ്ഡലത്തിൽ ഒരു പരിചിതനെന്നതുപോലെ തന്റെ പ്രചരണങ്ങൾ തുടങ്ങാൻ ഇതുവഴി രാഹുലിന് കഴിഞ്ഞു. ചുരുക്കത്തിൽ ഇടതുപക്ഷത്തിന്റെ ചെലവിൽ തന്റെ പ്രാഥമിക പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ചു എന്നർത്ഥം. രാഹുലിനെ പിൻഗാമിയാക്കിയത് ഷാഫി പറമ്പിലാണ് എന്ന ആരോപണമാണ് രണ്ടാമത് CPM തൊടുത്തുവിട്ടത്. ഇതിന് പിന്നിൽ സതീശന്റെയും ഷാഫിയുടെയും ഒക്കെ അജണ്ടയുണ്ട് എന്ന തരത്തിൽ പ്രചരണങ്ങൾ ആരംഭിച്ചു. അവിടെ ഷാഫി തന്റെ തുറുപ്പ് ചീട്ട് പുറത്തിറക്കി. CPM കണക്കുകൂട്ടിയത് മറ്റൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു.
ഒരു പ്രത്യേക സമുദായത്തിലെ യുവാക്കളെ വളരാൻ ഷാഫി പറമ്പിൽ അനുവദിക്കുന്നില്ല എന്ന സന്ദേശം പൊതുവെ പാലക്കാട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കുത്തിവെക്കുകയായിരുന്നു CPMന്റെ ലക്ഷ്യം. ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൂടി ഇത് പരസ്യമായി ഏറ്റുപറഞ്ഞതോടെ CPM തങ്ങളുടെ വാദങ്ങളിൽ ഉറച്ചുനിന്നു. അവിടെ ഷാഫി പറമ്പിൽ നല്ല സുന്ദരമായി കളിച്ചു. സ്വന്തം സമുദായത്തിലെ ഒരാളെ അല്ല BJPക്കെതിരെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്ന് അദ്ദേഹം വാദിച്ചു. BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും ഇക്കുറി BJP അവിടെ ജയിച്ചു കയറാൻ പാടില്ല. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് നല്ലത് എന്ന വാദമുഖങ്ങൾ ഉയർത്തി ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ നിറഞ്ഞു. ഇത്തരമൊരു വാദം ലീഗിലേക്ക് പടർത്തിവിടാനും കൂടുതൽ ലീഗിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും അവിടെ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു. ഷാഫിയോട് തെറ്റിപ്പിരിഞ്ഞാണ് പി സരിൻ പുറത്തിറങ്ങിയത്. പി സരിൻ കോൺഗ്രസിലെ ചില യുവനിര ടീമുകളെ അടർത്തിയെടുക്കും എന്ന പ്രചരണമാണ് തൊട്ടു പിന്നാലെ CPM തൊടുത്തുവിട്ടത്. എന്നാൽ ഈ പ്രചരണവും തിരിച്ചടിച്ചു. BJP കളത്തിലിറക്കിയ C കൃഷ്ണകുമാറിന് നേർക്ക് ആരോപണങ്ങൾ ഉയർത്താൻ CPM മിനക്കെട്ടില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചുകൊണ്ടിരുന്നു. കോൺഗ്രസ് തങ്ങളുടെ ആക്രമണമുന അവിടെ C കൃഷ്ണകുമാറിലേക്ക് തിരിച്ചു. പാൽ സൊസൈറ്റി മുതൽ ലോക്സഭ വരെ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും മത്സരിക്കാൻ ചാടിയിറങ്ങുന്ന ഒരു കഥാപാത്രമാക്കി C കൃഷ്ണകുമാറിനെ പെട്ടെന്ന് മാറ്റാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞു. ചുരുക്കത്തിൽ പാലക്കാട് ഒരു C കൃഷ്ണകുമാർ വിരുദ്ധ തരംഗം സൃഷ്ടിച്ചെടുക്കാൻ കൃത്യമായി കോൺഗ്രസിന് കഴിഞ്ഞു എന്നിടത്താണ് രാഹുലിന്റെ തുടക്കം. പാലക്കാട് നഗരസഭയിൽ C കൃഷ്ണകുമാറിനോട് അതൃപ്തിയുള്ള ഏകദേശം 6ഓളം കൗൺസിലർമാർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കൃഷ്ണകുമാറിനെതിരെ പ്രചരണങ്ങളും ആരംഭിച്ചു. ഇതോടെ പോരാട്ടം രാഹുൽ മാങ്കൂട്ടത്തിലും C കൃഷ്ണകുമാറും തമ്മിലാണ് എന്ന പൊതുധാരണ മണ്ഡലത്തിൽ പരന്നു. ഓരോ തെരഞ്ഞെടുപ്പുകളിലും BJP പ്രവർത്തകരും അനുഭാവികളുമൊക്കെ കാണുന്നത് കൃഷ്ണകുമാറിന്റെ തനിയാവർത്തനമല്ലേ എന്ന ചോദ്യം. എന്നാൽ കൃഷ്ണകുമാറിനെതിരെ യാതൊരുവിധ പ്രചരണ പരിപാടികൾക്കും CPM മിനക്കെട്ടില്ല. പകരം രാഹുലിനെതിരെ ആക്രമണമുന തിരിച്ചുകൊണ്ടിരുന്നു. രാഹുലിനെതിരെ കൂടുതൽ വിവാദങ്ങൾ ഉയർത്തി രാഹുലിനെ പ്രതിരോധത്തിലാഴ്ത്തുക എന്ന തന്ത്രവും പിന്നീട് പൊളിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അവിടെയാണ് നീല ട്രോളി വിവാദം ഉയർന്നു വന്നത്. അസംബന്ധ നാടകങ്ങളുടെ വലിയ ചരിത്രമുണ്ട് കേരള രാഷ്ട്രീയത്തിന്. അത് നമ്മൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ്. വടകരയിൽ CPM പയറ്റിയ കാഫിർ രാഷ്ട്രീയം മുതൽ എത്രയെത്ര തുണ്ട് ഫിലിമുകൾ വരെ. ചില ഭാഗ്യപരീക്ഷണങ്ങൾ വിജയിച്ചിട്ടുണ്ട് എങ്കിലും CPM പാലക്കാട് ഇറക്കിയ മുഴുവൻ പടക്കങ്ങളും ചീറ്റിപ്പോയി എന്നതല്ലേ വാസ്തവം. എതിരാളികൾ ഉയർത്തിയ പെട്ടി വിവാദം, സരിന്റെ കൂറുമാറ്റം, സന്ദീപിന്റെ വരവ്, അവസാന നിമിഷത്തെ പരസ്യ വിവാദം, ഒപ്പം ഷാഫി പറമ്പിലിന്റെ പാലക്കാട് സ്വാധീനം എല്ലാം CPMന് വിനയായി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കി എന്ന ഒരൊറ്റ കാരണം മാത്രമായിരുന്നു പി സരിൻ കോൺഗ്രസ് വിട്ടിറങ്ങാനുള്ള കാരണം. തുടർന്ന് സോഷ്യൽ മീഡിയ പി സരിനെ നിർത്തിപ്പൊരിച്ചു. പി സരിന്റെ ഇരട്ടത്താപ്പ് വോട്ടർമാർക്കിടയിൽ തുറന്നു കാട്ടാൻ കൃത്യമായി കോൺഗ്രസിന് കഴിഞ്ഞു. ഇതിനുശേഷമാണ് നീല ട്രോളി വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനു പിന്നിൽ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനും A റഹീമുമൊക്കെയാണ് ഇന്ന് കേരളത്തിന് കൃത്യമായി അറിയാം. വലിയ വിവാദങ്ങൾക്കാണ് ഇത് സാക്ഷ്യം വഹിച്ചത്. അർദ്ധരാത്രി പോലീസിനെയും കൂട്ടി പാർട്ടി സഖാക്കൾ KPM ഹോട്ടൽ വളയുന്നതും പിന്നീട് പോലീസ് കോൺഗ്രസ് നേതാക്കളുടെ മുറി പരിശോധിക്കുന്നതും വനിതാ നേതാക്കളുടെ മുറിയിലേക്ക് പുരുഷ പോലീസുകാർ ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നതുമൊക്കെ വലിയ വിവാദമായി. കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ ഇത് കോൺഗ്രസിന് കഴിഞ്ഞു. ആക്രമണങ്ങളിലൂടെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാഴ്ത്തുക എന്ന തന്ത്രമാണ് CPM പയറ്റിയതെങ്കിലും ആ പ്രതിരോധത്തിൽ അവർ വിജയിക്കുക മാത്രമല്ല, ആക്രമിച്ച് CPMനെ തളർത്താനും കോൺഗ്രസിന് കഴിഞ്ഞു. ഒടുവിൽ പെട്ടി വിവാദത്തിൽ CPMന് മൊത്തത്തിൽ പുറകോട്ട് പോകേണ്ടി വന്നു. NN കൃഷ്ണദാസ് അടക്കമുള്ളവർ ആ പെട്ടി വലിച്ചൂരി ഓടി രക്ഷപ്പെടാനാണ് CPMനെ ഉപദേശിച്ചത്. എന്നാൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി പിന്നെയും നീല ട്രോളിയും തൂക്കി കുറെ നടന്നു. A റഹീം പലവട്ടമാണ് ആ പെട്ടിയും തൂക്കി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ എത്താൻ ശ്രമിച്ചത്. എന്നാൽ റഹീമിന് മുന്നിൽ പെട്ടി തുറന്ന് അതിലെ അടിവസ്ത്രങ്ങൾ ഉയർത്തിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ചപ്പോൾ റഹീമിന്റെ ഓട്ടം അത് സങ്കല്പത്തിനും അപ്പുറമാണ്. സ്വന്തം തോൽവി മണത്തറിഞ്ഞതുകൊണ്ടാണ് ഇത്തരമൊരു പെട്ടി വിവാദം എന്ന വ്യാജ പ്രചരണം CPM ഉയർത്തിവിട്ടത് എന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. അത് കൊണ്ടത് ലക്ഷ്യത്തെക്കാൾ മർമ്മത്തിൽ തന്നെ. പെട്ടി വിവാദം കത്തി നിന്നപ്പോഴാണ് CPMന്റെ അടുത്ത ഭൂഖണ്ഡാന്തര വിഡ്ഢിത്തം. BJP വിട്ടുവന്ന സന്ദീപിന് ആദ്യം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി വാതിൽ തുറന്നിട്ടത് CPM നേതാക്കൾ തന്നെ. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ തന്നെയാണ് പുലിവാൽ പിടിച്ചത്.
BJPയിൽ നിന്ന് പുറത്തിറങ്ങിയ സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയറാണ് എന്ന് AK ബാലൻ തുറന്നടിച്ചു. എന്നാൽ CPM ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാർട്ടിയിലേക്കെടുത്തപ്പോൾ CPM തിരിച്ചടിച്ചു. സന്ദീപിനെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി ചിത്രീകരിച്ചു. സന്ദീപിനെതിരെ 2 പ്രത്യേക പത്രങ്ങളിൽ മതപരസ്യവും നൽകി അവർ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. ഇത് കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ ഭൂരിപക്ഷ സമുദായത്തിന്റെ മനസ്സിൽ ഇത് പാകപ്പെടുത്തി വിളയിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ചുരുക്കത്തിൽ പെട്ടിവിവാദവും സരിന്റെ പരസ്യവുമൊക്കെ CPMന് തിരിച്ചടിയായി എന്നർത്ഥം. വർഗീയതയ്ക്കെതിരെ നാഴികയ്ക്ക് 40 വട്ടം സംസാരിക്കുന്ന CPM എന്തുകൊണ്ട് തന്റെ മുൻ നിലപാടിനെ അപ്പാടെ തള്ളി കോൺഗ്രസിലെത്തിയ സന്ദീപിനെ അംഗീകരിക്കുന്നില്ല എന്ന് തിരികെ ചോദിച്ചു കോൺഗ്രസ് നേതാക്കൾ. വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തതുകൊണ്ടാണോ സന്ദീപിനെതിരെ പരസ്യം കൊടുത്തത് എന്ന ചോദ്യത്തിന് CPMന് പോലും ഉത്തരമില്ല. CPMന്റെ ഉന്നത നേതാക്കൾ അറിഞ്ഞുകൊണ്ടല്ല ഇത്തരമൊരു പത്രപരസ്യം വീണത് എന്ന മാധ്യമ വാർത്തകളും തിരിച്ചടിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ K ബിനുമോളെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നാഗ്രഹിച്ച ഒരുപിടി നേതാക്കളുണ്ട് CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ. അവരെയൊക്കെ നോക്കുകുത്തിയാക്കി P സരിനെ അവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചപ്പോൾ പ്രാദേശിക നേതാക്കൾക്ക് വലിയ താല്പര്യം ഇല്ലാതായി. കോൺഗ്രസിൽ K മുരളീധരന് വേണ്ടി ആദ്യം ചില കത്തുകൾ വരെ കേന്ദ്ര നേതാക്കൾക്ക് പോയിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുന്നത്. അപ്രതീക്ഷിത വിവാദങ്ങൾ ഉയർന്നതോടെ K മുരളീധരൻ ഉയർത്തിവിട്ട വിവാദങ്ങളൊക്കെ അപ്രസക്തമായി. കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്നു. സന്ദീപ് വാര്യർ പാണക്കാടെത്തിയപ്പോൾ ലീഗ് ഉണർന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്വാധീനമുറപ്പിച്ച് വരും കാലങ്ങളിൽ UDFന്റെ നെടുംതൂണാകാനുള്ള അവസരമാക്കി അതിനെ ഉപയോഗപ്പെടുത്താൻ മുസ്ലിം ലീഗിനും കൃത്യമായി കഴിഞ്ഞു. കോൺഗ്രസിനെതിരെ ഇടയ്ക്ക് CPM നേതാക്കൾ ആയുധമാക്കിയത് ഇരട്ട വോട്ട് എന്ന ആരോപണം. എന്നാൽ P സരിൻ തന്നെ വ്യാജരേഖകൾ ഉപയോഗിച്ച് ഇരട്ട വോട്ട് നേടുകയായിരുന്നു എന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചതോടെ അതും പാളി പണ്ടാരമടങ്ങി. അതെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പെട്ടിക്കഥയും പരസ്യവിവാദവുമൊക്കെ തിരിച്ചടിയായി എന്ന് CPM തങ്ങളുടെ വിലയിരുത്തലിൽ സമ്മതിക്കുന്നു. CPM പ്രചരണം നയിച്ച MP രാജേഷ് ഉൾപ്പെടെയുള്ളവർക്ക് പക്വതക്കുറവുണ്ടായിരുന്നു എന്ന് കൃത്യമായ നിരീക്ഷണമാണ് ഇപ്പോൾ പാർട്ടി നടത്തിയിരിക്കുന്നത്. CPMൽ ദൂരവ്യാപക ചർച്ചകൾക്ക് ഇത് വഴിമരുന്നിടും. സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നയസമീപനങ്ങൾ അടപടലം പാളി എന്നും പാർട്ടി വിലയിരുത്തുന്നു. ഇതിന് നേതൃത്വം കൊടുത്തവർ വരുംകാല തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ നയിക്കരുത് എന്ന തലത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ. പെട്ടിവിവാദത്തിൽ കോൺഗ്രസിനെ നേരിടാൻ CPMും BJPയും ഒരുമിച്ചിറങ്ങിയത് ചരിത്രപരമായ മണ്ടത്തരമെന്നാണ് ഇപ്പോൾ CPM വിലയിരുത്തുന്നത്. അത് പാർട്ടിയെ തെരഞ്ഞെടുപ്പിലുടനീളം വേട്ടയാടി. BJPയോടിടഞ്ഞ സന്ദീപ് വാര്യർ ഇടത്തോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുകയും അദ്ദേഹത്തിന് പച്ചപ്പരവതാനി വിരിക്കുകയും ചെയ്തിരുന്നു CPM. എന്നാൽ കോൺഗ്രസ് ക്യാമ്പിലെത്തിയ സന്ദീപ് വാര്യർ BJPയും ഇടതുപക്ഷവും തമ്മിലുള്ള ബാന്ധവം പച്ചയ്ക്ക് പൊളിച്ചെടുക്കി. പ്രചരണത്തിന്റെ ക്ലൈമാക്സിൽ സിറാജും സുപ്രഭാതവുമൊക്കെ ഉപയോഗിച്ചുള്ള പരസ്യം അതൊരു പൊട്ടപ്പരസ്യമെന്ന തലത്തിലല്ല, വർഗീയ പരസ്യമെന്ന നിലയിലാണ് കേരളം വിലയിരുത്തിയത്. ഇടുത്തിയായി പാലക്കാട് വിധി ഇപ്പോൾ CPMന്റെ തലയിൽ നിൽക്കുന്നു. തുടക്കം മുതൽ ഭൂരിപക്ഷ സമുദായത്തെയോ അതോ ന്യൂനപക്ഷ സമുദായത്തെയോ ആരെ ഒപ്പം നിർത്തണമെന്ന തർക്കം പാർട്ടിയിൽ ശക്തമായിരുന്നു. യാതൊരു വിധത്തിലും വ്യക്തതയില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് CPM പാലക്കാട് നടത്തിയത് എന്ന് CPM തന്നെ വിലയിരുത്തലിൽ സമ്മതിക്കുന്നു. വർഗീയ ശക്തികൾ കോൺഗ്രസിന് സമ്മാനിച്ച വിജയമെന്നാണ് ഇപ്പോൾ പാർട്ടി മാധ്യമങ്ങൾക്ക് മുൻപിൽ പാലക്കാട് വിജയത്തെ ന്യായീകരിക്കുന്നത്. സത്യം അതിലും എത്രയോ അകലെയാണ് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.